ഏറെ കോളിളക്കം സൃഷ്ടിച്ച സമാനതകളില്ലാത്ത ഒരു കേസിൽ ഏറ്റവും നിർണായകമായ വിധി ഡിസംബർ 8-ന് ഉണ്ടാകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറാണ്. 7 വർഷക്കാലം നീണ്ട വിചാരണ. ആ വിചാരണക്കൊടുവിൽ കേരളക്കർ ഇന്നോളം കണ്ടിട്ടില്ലാത്ത നാടകീയ സംഭവങ്ങൾ. കേസിൽ പ്രതി ഒരു സ്റ്റാർഡമുള്ള താരം, ഒപ്പോണന്റായി തന്നെ സമാനമായ രീതിയിൽ തന്നെ ഒപ്പോണന്റായി ഒരു നടി. അതിനപ്പുറത്തേക്ക് ഏറെ കോളിളക്കം രാഷ്ട്രീയമായും സാമൂഹികപരമായൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിധി ഡിസംബർ 8-ന് വരുമെന്ന പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറാണ്. ഇപ്പോൾ വിപിൻ സി വിജയൻ കൂടി ചെയ്യുന്നു. വിപിൻ, വളരെ വേഗം കുറഞ്ഞു പോകുന്ന ഒരു കേസിൽ 2022 ബാലചന്ദ്രന്റെ ഒരു വെളിപ്പെടുത്തലിലൂടെയാണ് കേസിൽ കൂടുതൽ ആധികാരികമായ തുടരന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. ദിലീപിനെയും പൾസർ സുനിയെയും സംബന്ധിച്ച് ഏറ്റവും പുതിയ തെളിവുകൾ ലഭിക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് ഒരു കുറ്റകൃത്യം നടക്കുകയും ആ കുറ്റകൃത്യത്തെ ഇല്ലാതാക്കാൻ, ആ ഒരു ക്രൈം നടന്നതിന് ശേഷം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ, അതിനെ ഇല്ലാതാക്കാൻ നടത്തി ഗൂഢാലോചന ഞെട്ടിക്കുന്ന വിവരങ്ങളടക്കം വരുന്നത് ബാലചന്ദ്രന്റെ വെളിപ്പെടുത്തലിലൂടെയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകവും ബാലചന്ദ്രൻ നൽകിയ രഹസ്യമൊഴി തന്നെയായിരിക്കില്ലേ വിപിൻ? തീർച്ചയായിട്ടും ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ കേസിന്റെ വിചാരണ നടപടികൾ കുറച്ചുകൂടി ചൂടുപിടിക്കുന്നതും. ഇതിൽ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, ഇതിൽ മൊഴിമാറ്റാൻ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പുറത്തേക്ക് വരുന്നത്. പൊതുസമൂഹം ആ രീതിയിൽ സംശയിക്കുന്നത്, വീണ്ടും ഇത് ചൂടുപിടിക്കുകയും ചെയ്യുന്നത്. ഈ സമയത്താണ് ആക്രമിക്കപ്പെട്ട നടി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നതും ബാലേന്ദ്രകുമാറിന്റെ ഈ രീതിയിലുള്ള പുറത്തേക്ക് വന്ന വിവരങ്ങൾ അത് വീണ്ടും ഒരു അന്വേഷണത്തിലേക്ക് വരണം എന്നുള്ളത് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അതേ തുടർന്ന് ഈ നടി തന്നെ ഹൈക്കോടതിയെ സമീപിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് ഒന്ന് മെമ്മറി കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു, മറ്റൊന്ന് ബാലചന്ദ്രൻ കുമാറിന്റെ ഈ വെളിപ്പെടുത്തലിൽ തുടർ നടപടികൾ ഉണ്ടാകണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുണ്ടായിരുന്നത്. അതിനു പുറമെ ഇപ്പോൾ പൾസർ സുനിക്ക് ദിലീപ് പണം നൽകിയിരിക്കുന്നു എന്നുള്ളതിന്റെ വിവരങ്ങളും അതേ തുടർന്ന് പുറത്തു വന്നു. ഇതിലൊക്കെ തന്നെ ഒരു അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന വിവരങ്ങളായിരുന്നു പിന്നീട് പുറത്തു വന്നത്. 2017 ഈ സംഭവം ഉണ്ടായതിനു ശേഷം പൾസർ സുനിയും ഒപ്പം തന്നെ ചില കൂട്ടാളികളും 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളത്. പക്ഷേ സിനിമാ മേഖലയിലെ ഒരു ഡ്രൈവർ മാത്രമായിരുന്ന സുനിൽകുമാർ എന്ന പൾസർ സുനിക്ക് എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു നടിയോട് ഇത്ര വലിയ വൈരാഗ്യം വരുന്നത് എന്നുള്ള ചോദ്യമാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. അതാണ് ഈ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്, ഇതൊരു ബലാത്സംഗ കൊട്ടേഷൻ ആയിരുന്നു എന്നുള്ളതിലേക്ക് അന്വേഷണ സംഘം എത്തുകയും അതിൽ 8ാം പ്രതിയായി നടൻ ദിലീപ് വരികയും ചെയ്തത്. ഇങ്ങനെ അത് തുടക്കത്തിൽ കൂടെ നിന്നവർ പിന്നെ ഒടുക്കമെത്തിയപ്പോൾ കാലുമാറിയ മൊഴിമാറ്റിയ സംഭവത്തിലും പതറാതെ ഒറ്റപ്പെട്ടു പോകാതെ മുന്നോട്ട് പോരാടിയ ആ നടിക്ക്, ആ അതിജീവിതയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. ആ നീതിയുടെ ദിവസം ഡിസംബർ 8. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.